നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ സുഗമ ഹിന്ദി പരീക്ഷ ക്ലാസ് 10ൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ചേർന്ന എല്ലാ കുട്ടികളും ചേരാത്ത കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പർ നോക്കി പഠിച്ചിട്ട് പോവുക. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ചോദ്യം വരുന്നത്, ആദ്യം വരുന്നത് ഗുഡ്ലിയുടെ ചാപ്റ്ററാണ്. गुटली तो पराई है कहानी का अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. वह ताऊजी के पास जाकर बोली, देखिए भैया, मेरा नाम कार्ड में छपवाना भूल गया. ताऊजी बोले, भूला नहीं रे, अपने घर की चोरियों के कार्ड नाम कार्ड पर नहीं छपते. गुटली पर ताऊजी उसमें भाई के छोटे से बेटे का भी नाम है जो अभी बोल भी नहीं सकता. तो मेरा. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര സങ്കടം അല്ലേ, കുട്ടിയുടെ പേരെന്ത് ചെയ്യില്ല, കാർഡിൽ അച്ചടിച്ചില്ല. അപ്പോൾ അവളുടെ സഹോദരനടുത്ത് പരാതി പറയുന്നതാണ്. घर की चोरियों के नाम कार्ड पर नहीं छपते, यह किसने कहा. പെൺകുട്ടിയുടെ പേര് കാർഡിൽ സാധാരണ അടിക്കാറില്ല എന്ന് പറഞ്ഞത് ആരാണ്. ഇതെല്ലാം നിങ്ങൾ സ്കൂളിൽ നോട്ട് തന്നതാണ്, അപ്പോൾ അത് നോക്കി പഠിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ചോദ്യം മാത്രം വായിക്കുന്നുള്ളൂ. മറ്റൊരു 2025 സുഗമ ഹിന്ദിയുടെ മോഡൽ ചോദ്യ പേപ്പർ, അതിൻ്റെ ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ അത് നോക്കി പഠിക്കുക. പ്രസ്തുത പ്രസംഗ पर പട്കഥ, ഗുഡ്ലി की ചരിത്രഗതി വിശേഷത पर ടിപ്പണി. അപ്പോൾ ഗുഡ്ലിയുടെ ചാപ്റ്ററിൽ നിന്ന് ഒന്നുകിൽ പട്കഥ ചോദിക്കാം, അല്ലെങ്കിൽ ഗുഡ്ലിയുടെ സ്വഭാവ വിശേഷണം. അടുത്ത് വരുന്നത് सबसे बड़ा शोमैन. कई लोगों ने माँ से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. चार्ली स्टेज पर पहली बार आया और माँ आखिरी बार. दुनिया के सबसे बड़ा शोमैन का यह पहला शो था, उसने जन्म ले लिया. അപ്പോൾ ഒരുപാട് ആൾക്കാർ നിർബന്ധിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് അവസാനം സ്റ്റേജിലേക്ക് പാടേണ്ടി വന്നു. അങ്ങനെ പാട്ടൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ചാർലി സ്റ്റേജിൽ ആദ്യമായിട്ട് വരുന്നു, ചാർലിയുടെ അമ്മ അവസാനമായിട്ട്. അപ്പോൾ ചാർലിയാണ് ഈ ഒരു കുഞ്ഞു ഷോയ്ക്ക് ആദ്യമായിട്ട് ജന്മം കൊടുത്തത്. दुनिया के सबसे बड़ा शोमैन कौन है. दर्शकों ने चार्ली का अभिनंदन कैसे किया. अपने बेटे के पहले ഷോ के बारे में चार्ली की माँ ने अपने डायरी में लिखी. അപ്പോൾ അമ്മ അന്ന് അവൻ്റെ പാട്ടിനെക്കുറിച്ചും അന്നത്തെ അനുഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഡയറിയിൽ എഴുതുന്നതാണ്. अपने पहले സ്റ്റേജ് ഷോ के बारे में चार्ली अपने मित्र को पत्र लिखता है. അതുകൂടാതെ ചാർലി തൻ്റെ സുഹൃത്തുക്കൾക്ക് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് കൊണ്ട് ഒരു ലെറ്റർ എഴുതിയാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ഒന്നുകിൽ ലെറ്റർ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറി ചോദിക്കാം. അടുത്ത് വരുന്നത് ബീർ ബഹൂട്ടിയാണ്. 5वीं कक्षा का रिजल्ट आ गया, दोनों 6वीं में आ गए. यह स्कूल 5वीं तक ही था. साहिल, अब तुम कहाँ पढ़ोगी, बेला ने पूछा. और तुम कहाँ पढ़ोगी बेला, बेला ने पूछा. അപ്പോൾ സാഹിലും ബേല അങ്ങോട്ട് ചോദിക്കുകയാണ്. बेला ने कहा, मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम मुझे अगले साल अजमेर भेज देंगे, वहाँ एक हॉस्टल में, घर से दूर, वहाँ अकेला रहूँगा. അപ്പോൾ ഇവർ പഠിക്കുന്ന സ്കൂൾ 5ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ സാഹിൽ വേറൊരിടത്ത് പോകുന്നു, വേലയും വേറൊരിടത്ത് പോകും. അപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് മാറുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ് പറയുന്നത്. ബേല അഗലെ സാൽ രാജകീയ കന്യാ പാഠശാലമേ പഠനേ ജാ രഹി ഹേ ക്യൂ. ബേല അടുത്ത വർഷം രാജകീയ കന്യാ പാഠശാലയിലാണ് പോകുന്നത്, എന്തുകൊണ്ട്. മുझे അഗലെ സാൽ അജ്മേർ ഭേജ് ദേംഗെ. സാഹിലോടൊപ്പം വേണം അജ്മേർ. യഹ് കിസ്നെ കഹ. പ്രസംഗ കെ ആധാർ പർ ബേല और സാഹിൽ की ബാത്ചീത്ത്. അടുത്ത് വരുന്ന ടാക്കൂർ കാ കുവേൽ വരുന്ന പിരമിഡാണ്. പിന്നെ വരുന്നത് ജാതിപ്രതയെക്കുറിച്ച് ഒരു പോസ്റ്റർ ചോദിക്കാം. പിന്നെ വരുന്നത് ദിശാഹീന്, ദിശാഹീന് കഹാനിയുടെ കുറച്ച് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ എഴുതാനുള്ളത്. ലംബി യാത്ര കരൂങ്ക ഇസ്മേ വിശേഷണം എപ്പോഴും ലംബി, അച്ഛ, ചോട്ട അതൊക്കെ ആയിരിക്കും വിശേഷണമായിട്ട് വരുന്നത്. ഇനി മേര, ഏതൊരുമാണ് മേര, മേം പ്ലസ് കാ മേര. लेखक ने कई बार सोचा कि समुद्र तट के साथ साथ लंबी यात्रा करूँगा, लेकिन कर ना सका. क्यों. ലേഖൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട് ഒരു നീണ്ട യാത്ര ചെയ്യണമെന്ന്, പക്ഷേ ഇതുവരെ ലേഖന് അതിന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്. അടുത്ത് വരുന്ന അകാല റിസ്കെ ബാദ്, ഒരു 4 വരി കൊടുത്തിട്ടുണ്ട്. ദാനെ ആയേ കർക്കെ അന്തർ കई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर पर की आंखें कई दिनों के बाद, കൗവിനെ കുച്ചലായി പങ്ക് കൈ ദിനോക്കെ ബാദ്. അപ്പോൾ വരികളിൽ ആദ്യത്തെ 4 വരി വരുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചും, പിന്നെ വരുന്ന 4 വരി ദാരിദ്ര്യത്തിന് ശേഷമുള്ള. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ദാരിദ്ര്യത്തിന് ശേഷമുള്ള വരികളാണ്. അപ്പോൾ പങ്കേക്കിലെ കവിതാമേം പ്രയുക്ത് ശബ്ദ घर पर की आंखें चमकुड़ी, इसका मतलब കവി और കവിത കാ പരിചയ. അടുത്ത് വരുന്ന അയാം കലാമാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ പ്രസ്താവന എഴുതാനും ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇത്രയാണ് 2024 ചോദിച്ച ചോദ്യം.
മോഡൽ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. അപ്പോൾ 2025 ക്വസ്റ്റ്യനും ആൻസറും കൂടെ ചേർത്തുള്ളൊരു വീഡിയോ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഹിന്ദി ശിക്ഷ എന്ന ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.